അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് 10-30 രൂപ കൂട്ടി നല്ല മെമ്മറി കാർഡ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. നമ്മൾ തളർന്നു പോകുമെന്ന് തോന്നുമ്പോഴും നമ്മൾ വീഴുമെന്ന് തോന്നുമ്പോഴും നമ്മളെക്കുറിച്ച് നല്ല പദ്ധതികൾ കണ്ട കർത്താവ് നമ്മളെ വീഴാൻ സമ്മതിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ കുട്ടിക്കാലത്ത് കുറച്ച് പുസ്തകം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. 8-9 മാസത്തിന് ശേഷം ഉണ്ടായ വലിയ ബിസിനസ്സാണത്. സാമ്പത്തികമായിട്ട് ഒരു മെച്ചവുമില്ല. ഏക മെച്ചം വി ഗോട്ട് അവർ കോൺഫിഡൻസ് ബാക്ക് എന്നുള്ളതാണ്. അടുത്ത 1.5 വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം ഞങ്ങൾ വിറ്റു. ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ കോപ്പി മെമ്മറി കാർഡ്, ഫേക്ക് മെമ്മറി കാർഡ് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ 10-20 രൂപ കുറച്ച് നമ്മളെപ്പോലെ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് മെമ്മറി കാർഡ് കൊടുക്കും. എന്നിട്ട് അവർ പറയും ഇത് നമ്മൾ റിട്ടേൺ എടുക്കത്തില്ല, ഞാൻ വില കുറച്ചാണ് തരുന്നതെന്ന്. നമ്മൾ നാട്ടിൽ കൊണ്ട കോപ്പി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വിറ്റ് കഴിയുമ്പോൾ, കടക്കാനാണെങ്കിൽ വിറ്റ് കഴിയുമ്പം ഇതിനകത്ത് പാട്ടൊന്നും സ്റ്റോർഡ് ആകത്തില്ല. അവർ പ്രശ്നം ഉണ്ടാക്കുമ്പം ഇവർ തിരിച്ചു വിളിച്ചിട്ട് പറയും അയ്യോ അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മൾ വാറണ്ടി ഇല്ലെന്ന് പറഞ്ഞതല്ലേ. നമ്മൾ പിന്നെ ഇവരുടെ കാലെ കയ്യെ പിടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് കഴിയുമ്പോൾ അവർ പറയും ഒരു കാര്യം ഞങ്ങളുടെ കൊണ്ടുപോവാ, ഞാൻ പുതിയ കാർഡിൻ്റെ പ്രൈസിന് തരാമെന്ന് പറയും. അപ്പോൾ ആ അന്നത്തെ ദിവസം എല്ലായിടത്തും 220 രൂപയാണ് കാർഡിനെങ്കിൽ നമ്മൾ 10 രൂപ കൂടെ കൂട്ടി 230 രൂപയ്ക്ക് ഇവൻ്റെ നിന്ന് കാർഡ് മേടിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡ് ബിസിനസ്. ഞങ്ങൾ ഇതിലാണ് ചെന്ന് പെട്ടത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, എനിക്ക് തമിഴ് നല്ലപോലെ അറിയാം, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് തമിഴിൽ അണ്ണാ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലണ്ണ, ഞങ്ങൾ ഞങ്ങൾ കുറച്ച് സാധാരണ ബിസിനസ്സുകാരാണ് അണ്ണാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓർത്ത്. കർത്താവിൻ്റെ കൃപയാണ്. പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾ മെമ്മറി കാർഡും കൊണ്ട് വാ. അങ്ങനെ 2 ദിവസം മുമ്പ് പോയ സ്ഥലത്തോട്ട് വീണ്ടും തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറി. ഭയങ്കര മഴയാണ്. വണ്ടി കയറി, കമ്പത്തുനിന്ന് വണ്ടി കയറി നനഞ്ഞൊലിച്ചെന്ന് പറയുന്ന പോലെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് 10-30 രൂപ കൂട്ടി നല്ല മെമ്മറി കാർഡ് വാറണ്ടി ഉള്ളത് തിരിച്ച് മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. അതൊക്കെ ഇന്ന് ഓർക്കുമ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെ ആ കാലഘട്ടങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തു കഴിഞ്ഞു പോയി എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ നമ്മൾ തളർന്നു പോകുമെന്ന് തോന്നുമ്പോഴും നമ്മൾ വീഴുമെന്ന് തോന്നുമ്പോഴും നമ്മളെക്കുറിച്ച് നല്ല പദ്ധതികൾ കണ്ട കർത്താവ് നമ്മളെ വീഴാൻ സമ്മതിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അല്ല അവൻ്റെ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആ സമയത്തൊക്കെ വീഴാതെ നിന്നത് നമ്മുടെ കൃപയൊന്നുമല്ല, അല്ലെങ്കിൽ ബിസിനസ് ഉപേക്ഷിച്ച് പോകാൻ നമ്മുടെ കൃപയൊന്നുമല്ല. ചിലപ്പോൾ നമ്മളുടെ അസാമാന്യമായ വിശ്വാസമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ്, അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫെയ്ത്ത് വിച്ച് വെർ ഇംപ്ലാന്റഡ് ഇൻ മീ ഇൻ ക്രൈസ്റ്റ്. അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ മെമ്മറി കാർഡൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മെമ്മറി കാർഡൊക്കെ കോപ്പി ചെയ്തിട്ട് അതിനിടയ്ക്ക് ഞാൻ ആ സ്റ്റോറി കയറി പറഞ്ഞാണ്. അങ്ങനെ സ്കൂളുകളിൽ കുട്ടിക്കാലത്ത് കുറച്ച് പുസ്തകം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിൽ വന്നു. അപ്പോൾ 8-9 മാസത്തിന് ശേഷം ഉണ്ടായ വലിയ ബിസിനസ്സാണത്. അന്ന് കിട്ടിയ എനിക്ക് തോന്നുന്നു 25,000 രൂപ വല്ലതും കിട്ടിക്കാണും, ചിലപ്പോൾ ആ ഒരു 3-4 ദിവസം കൊണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 2.5 ലക്ഷം രൂപയുടെ എഫക്റ്റ് ഉണ്ട്. കാരണം ഒരിക്കലും വിജയിക്കത്തില്ല, പരാജയപ്പെടുവാണെന്ന് നാട്ടുകാർ മുഴുവനും വിധി എഴുതുന്ന ഒരു സംഭവത്തിൽ നിന്ന് 1 രൂപയെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ കിട്ടുമ്പം നമ്മൾ ഓവർവെൽമിഡ് ആയിപ്പോവും. അങ്ങനെ കർത്താവ് ഇതിനകത്തുണ്ട്, കർത്താവ് അത്ഭുതം ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് വരാൻ കാരണമായി തീർന്നു ഈ ഫസ്റ്റ് കച്ചവടം നടക്കുമ്പം. അങ്ങനെ ഫസ്റ്റ് കച്ചവടം നടന്നു. ഞങ്ങൾക്ക് കുറച്ച് പുസ്തകം കൊടുത്തു. ഏക ഗുണം, സാമ്പത്തികമായിട്ട് ഒരു മെച്ചവുമില്ല. എന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ അന്നേരത്തിനും കടവാകാൻ തുടങ്ങി. ഏക മെച്ചം വി ഗോട്ട് അവർ കോൺഫിഡൻസ് ബാക്ക് എന്നുള്ളതാണ്. നമുക്കിത് വിൽക്കാൻ പറ്റും, ഇഫ് യു ട്രൈ വി കുഡ് കൺവിൻസ് എന്നുള്ളൊരു ചിന്ത കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഇത് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചോർന്നൊലിക്കുന്ന റൂമിൽ നിന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ആകുന്ന സമയത്ത് ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്തിലാണ്. ഇതിന് ശേഷമുള്ള അടുത്ത മാസത്തിൽ യൂറോപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദുബൈയിലായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ നിന്നും ഇവിടേക്ക് എത്തിയതിൻ്റെ ചരിത്രം വലുതാണ്. 10 വർഷത്തിൻ്റെ ചരിത്രമാണ്. ഞാനിപ്പോൾ 8 മാസമേ പറഞ്ഞിട്ടുള്ളൂ. സ്വയം കുറച്ചൊക്കെ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. അവിടുത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അടുത്ത 1.5 വർഷം ഞങ്ങൾ പുസ്തകം വിറ്റു. ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം ഞങ്ങൾ വിറ്റു. ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടി. ആ എക്സ്പീരിയൻസൊക്കെ ഞാൻ അടുത്ത പാഠത്തിൽ പറയും. ഒത്തിരി എക്സ്പീരിയൻസുകൾ കിട്ടി. അങ്ങനെ ആ പുസ്തകം വിൽപ്പന 1.5 വർഷത്തിന് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയുന്ന IELTS OET എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ സ്റ്റെപ്പുകൾ വെച്ചു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് സീസണിൻ്റെ തുടക്കം. അതിലേക്ക് ഞങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നും ഈ
കഴിഞ്ഞ 1.5 വർഷം അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2 ഇയേഴ്സും കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം അപ്രോക്സിമേറ്റ്ലി എന്ത് ഞങ്ങൾ ലേൺ ചെയ്തു എന്നുള്ളതും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു.